മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. പാസ്പോർട്ട് ആക്ട് 1967 കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം ഘട്ടത്തിൽ പാസ്പോർട്ടിനുള്ള അപേക്ഷകൾ നിരസിക്കപ്പെടാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഒരു പാസ്പോർട്ടോ യാത്രാരേഖയോ ഇമ്പൗണ്ട് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ പിൻവലിക്കുകയോ ചെയ്യാവുന്നതാണ് ഏതെല്ലാം ഘട്ടങ്ങളിൽ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. ഒരു പാസ്പോർട്ടിൻ്റെയോ യാത്രാരേഖയുടെയോ ഉടമസ്ഥൻ അത് അന്യായമായി കൈവശം വെച്ചിരിക്കുകയാണെന്ന് പാസ്പോർട്ട് അധികാര സ്ഥാനത്തിന് ബോധ്യപ്പെടുന്നുവെങ്കിൽ അത് പിൻവലിക്കുവാൻ കഴിയും. ആ പാസ്പോർട്ടോ യാത്രാരേഖയോ നേടിയത് സാരമായ വിവരം മൂടിവെച്ചത് വഴിയോ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെയോ യാത്രാരേഖയുടെയോ ഉടമസ്ഥനോ അയാൾക്ക് വേണ്ടി മറ്റേതെങ്കിലും ആളോ നൽകിയ തെറ്റായ വിവരത്തിൻ്റെ അടിസ്ഥാനമാണെങ്കിലും ഈ പാസ്പോർട്ട് പിൻവലിക്കാവുന്നതാണ്. ഒരു പാസ്പോർട്ടിൻ്റെയോ യാത്രാരേഖയുടെയോ ഉടമസ്ഥൻ പാസ്പോർട്ടോ യാത്രാരേഖയോ നൽകപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും സമയത്ത് സാൻമാർഗീയ അധഃപതനം ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും കുറ്റത്തിന് ഇന്ത്യയിലെ ഒരു കോടതിയാൽ കുറ്റസ്ഥാപനം ചെയ്യപ്പെടുകയും അത് സംബന്ധിച്ച് അയാൾക്ക് 2 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും വിധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പാസ്പോർട്ട് പിൻവലിക്കാം. ആ പാസ്പോർട്ടിൻ്റെയോ യാത്രാരേഖയുടെ ഉടമസ്ഥൻ ചെയ്തതായി പറയുന്ന ഒരു കുറ്റം സംബന്ധിച്ച നടപടികൾ ഇന്ത്യയിലെ ഒരു ക്രിമിനൽ കോടതി മുമ്പാകെ നിലവിലുണ്ടെങ്കിലും പാസ്പോർട്ട് പിൻവലിക്കാവുന്നതാണ്. പാസ്പോർട്ടിൻ്റെയോ യാത്രാരേഖയുടെയോ ഉപാധികളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെട്ടാലും പാസ്പോർട്ട് പിൻവലിക്കാം. ഏത് അധികാരസ്ഥാനത്തിനാണോ പാസ്പോർട്ട് അധികാരസ്ഥാനം കീഴിലായിരിക്കുന്നത് ആ അധികാരസ്ഥാനത്തിന് ഒരു പാസ്പോർട്ടോ യാത്രാരേഖയോ ആ പാസ്പോർട്ട് അധികാരസ്ഥാനത്തിന് ഇമ്പൗണ്ട് ചെയ്യിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യാവുന്ന ഏതെങ്കിലും കാരണത്തിന്മേൽ ലിഖിതമായ ഒരു ഉത്തരവ് വഴി ഇമ്പൗണ്ട് ചെയ്യുകയോ പിൻവലിക്കുകയോ ചെയ്യാവുന്നതും ആണ്. ഒരു പാസ്പോർട്ടിൻ്റെയോ യാത്രാരേഖയുടെയോ ഉടമസ്ഥന് ഈ ആക്ടിനോ അതിന് കീഴിൽ ഉണ്ടാക്കപ്പെട്ട ചട്ടങ്ങൾക്കു കീഴിൽ ഏതെങ്കിലും കുറ്റത്തിന് കുറ്റസ്ഥാപനം ചെയ്യുന്ന കോടതിക്ക് പാസ്പോർട്ടോ യാത്രാരേഖയോ പിൻവലിക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ പാസ്പോർട്ടിൻ്റെ ഉടമസ്ഥന് ഇതിൻ്റെ മുകളിൽ അപ്പീൽ പോകുവാൻ കഴിയുമെന്നുള്ളത് നിയമപരമായി നിലനിൽക്കുന്നതാണ്. എന്നാൽ യാതൊരു അപ്പീലും അതിൽ നിർണയിക്കപ്പെടുന്ന കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ സ്വീകരിക്കപ്പെടുന്നതില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഈ ആക്ടിന് കീഴിൽ പാസ്പോർട്ടോ യാത്രാരേഖയോ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ബോധപൂർവം വ്യാജമായ ഏതെങ്കിലും വിവരം നൽകുകയോ സാരമായ ഏതെങ്കിലും വിവരം മൂടിവെക്കുകയോ അല്ലെങ്കിൽ നിയമാനുസൃതമായ അധികാരം കൂടാതെ ഒരു പാസ്പോർട്ടിലോ യാത്രാരേഖയിലോ ചേർത്തിട്ടുള്ള ഉൾക്കുറിപ്പുകൾ വ്യത്യാസപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇതിന് തടവ് ശിക്ഷയും പിഴയും രണ്ടും കൂടിയും ലഭിക്കുന്നതാണ്. തൻ്റെ പാസ്പോർട്ടോ യാത്രാരേഖയോ പരിശോധനയ്ക്ക് ഹാജരാക്കാൻ നിർണയിക്കപ്പെടുന്ന അധികാരസ്ഥാനം ആവശ്യപ്പെടുമ്പോൾ അപ്രകാരം ചെയ്യാതിരിക്കുന്നതും ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. അദ്ദേഹത്തിനും തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. മറ്റൊരാൾക്ക് നൽകിയിരിക്കുന്ന ഒരു പാസ്പോർട്ടോ യാത്രാരേഖയോ ബോധപൂർവം ഉപയോഗിക്കുന്നതും കുറ്റകൃത്യമാണ്. തനിക്ക് നൽകിയിട്ടുള്ള ഒരു പാസ്പോർട്ടോ യാത്രാരേഖയോ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ ബോധപൂർവം അനുവദിക്കുന്നത് 6 മാസത്തോളമുള്ള കാലത്തെ തടവ് ശിക്ഷയോ 2000 രൂപയോളമാകാവുന്ന പിഴ ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കപ്പെടുന്നതാകുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞ കേസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അബ്ദുള്ളയ്ക്ക് നിസാർ തൻ്റെ പാസ്പോർട്ട് നൽകി. അബ്ദുള്ള ആ പാസ്പോർട്ട് ഉപയോഗിച്ച് ഗൾഫിലേക്ക് പോകുവാൻ ശ്രമിക്കുകയും എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒപ്പം നിസാറിനെയും പ്രതിയാക്കപ്പെടുകയും ചെയ്യുന്നു. നിസാറിൻ്റെ പേരുള്ള കുറ്റമെന്താണ്? നിസാറിന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന പാസ്പോർട്ട് മറ്റൊരാൾക്ക് നിസാർ ബോധപൂർവം ഉപയോഗിക്കാൻ കൊടുത്തു എന്നുള്ളതാണ് നിസാറിൻ്റെ പേരിലുള്ള കുറ്റം. ആകയാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയാൽ ആ വിവരം അടിയന്തരമായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തൻ്റെ പാസ്പോർട്ടോ യാത്രാരേഖയോ മറ്റൊരാൾക്ക് ഉപയോഗിക്കുവാൻ ഒരാളും നൽകുവാൻ പാടില്ലാത്തതും മറ്റൊരാൾ അതുപയോഗിച്ച് യാത്ര ചെയ്യുവാൻ പാടില്ലാത്തതുമാകുന്നു എന്ന് പാസ്പോർട്ട് ആക്ട്
1967 വളരെ കൃത്യമായും നിർവചിച്ചിരിക്കുന്നു. ഈ വകുപ്പിൻ കീഴിൽ അറസ്റ്റ് ചെയ്യുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ അനാവശ്യമായ കാലതാമസം കൂടാതെ ആ കേസിൽ ആധികാരികതയുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഏതെങ്കിലും അറസ്റ്റിൻ്റെ സംഗതിയിൽ ക്രിമിനൽ നടപടി നിയമസംഹിത 61 വകുപ്പിലെ വ്യവസ്ഥകൾ ആകുന്നത്ര ബാധകമായിരിക്കുന്നതുമാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പാസ്പോർട്ട് ആക്ട് 1967 കുറിച്ചാണ്. നമുക്ക് വളരെയേറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു നിയമ വിഷയത്തിലാണ് നിയമപാഠം ഇന്ന് ചർച്ച കൊണ്ടുപോയത്. നിയമപാഠം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. നിങ്ങളിതുവരെ കേട്ടത് നിയമപാഠം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബെക്സൻ ഏലിയാസ്.